ടെക്സസ് ഹ്യൂസ്റ്റണിലെ സ്റ്റാഫോർഡ് സിറ്റിയിലൂടെയാണ്. സ്റ്റാഫോർഡ് സിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും വളരെ സുപരിചിതമാണ്. എന്തെന്നാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ടെക്സസിലെ ഒരു സിറ്റിയാണ് സ്റ്റാഫോർഡ് സിറ്റി. ഇവിടുത്തെ കുടിയേറ്റക്കാരിൽ ഏറ്റവും മുന്നിലുള്ളത് ഹിസ്പാനിക്സും അത് കഴിഞ്ഞാൽ ഏഷ്യൻസുമാണ്. ഇതാണ് ഇവിടുത്തെ കൗൺസിൽ ഹാൾ. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. 35 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി ഇന്ന് അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രത്തിൽ വളരെ വലിയൊരു പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. സോ ലെറ്റ്സ് മീറ്റ് മിസ്റ്റർ കെൻ മാത്യു. നമസ്കാരം. കായംകുളത്തുകാരുടെ കുഞ്ഞുമോൻ ഇന്ന് സ്റ്റാഫോർഡ് സിറ്റിയുടെ ഡെപ്യൂട്ടി മേയറാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? ഒരു ഈശ്വര അനുഗ്രഹം എന്ന് പറയട്ടെ. ആദ്യം മുതലേ എൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഉത്തേജനമായിരിക്കാം ചിലപ്പോൾ ഇത് സാക്ഷാത്കരിച്ചത്. പക്ഷേ പൊളിറ്റിക്സിൽ ഞാൻ വരുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ള ഒരു വലിയ വിശ്വാസം ഇതിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും സമയം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കായംകുളത്ത് ഞാൻ ജനിച്ച സ്ഥലത്ത് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ വന്നു. ബോംബെയിലാണ് എൻ്റെ പൊളിറ്റിക്കൽ ഫീൽഡിൻ്റെ തുടക്കം. അവിടെ ഞാൻ അന്തേരി യോഗേശ്വരി മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 19 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ബോംബെയിൽ നിന്ന് ഡിട്രോയിറ്റിൽ വന്നു. ഡിട്രോയിറ്റിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്കുള്ളൊരു കാൽവയ്പ് അതെങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ഡിട്രോയിറ്റിൽ നിന്ന് ഹ്യൂസ്റ്റണിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ താമസിച്ചതിന് ശേഷം ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെയധികം ഇടപഴകി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ മേയറും അന്നുണ്ടായിരുന്ന കൗൺസിലേഴ്സും എന്നെ ശ്രദ്ധിക്കാനിടയായി. അതിൻ്റെ ബേസിസിലായിരിക്കാം അവരെന്നോട് പറഞ്ഞു ഒരു പ്ലാനിങ് ആൻഡ് സോണിങ് കമ്മീഷനിലെ മെമ്പറാകാവുമെന്ന്. ഞാനത് അക്സെപ്റ്റ് ചെയ്തു. അവരെന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അവരെനിക്ക് ഓഫർ ചെയ്തു എന്ന് പറയുന്നത് സ്റ്റാഫോർഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൗൺസിലിലെ മെമ്പറായിട്ടാണ്. അതിനകത്ത് അപ്പോയിൻറ്റ് ചെയ്തതിന് ശേഷം അവരെന്നെ അതിൻ്റെ ട്രഷററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഇപ്പോൾ കെൻ സ്റ്റാഫോർഡ് സിറ്റിയുടെ പ്രോട്ടൈം മേയറാണ്. അപ്പോൾ പ്രോട്ടൈം മേയർ എന്ന ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ എന്തൊക്കെയാണ് താങ്കളുടെ നിക്ഷിപ്തമായ കർത്തവ്യങ്ങൾ? മേയറുടെ അഭാവത്തിൽ മേയറുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും വഹിക്കേണ്ട ഒരാളാണ്. ഈ കൗൺസിൽ കൂടുമ്പോൾ കൗൺസിലിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, മേയറുടെ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോകുക, സൈൻ ചെയ്യേണ്ട പേപ്പേഴ്സൊക്കെ സൈൻ ചെയ്യുക, ഇതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോട്ട് അതിലുപരി കേരള രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഇലക്ഷനോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തെ താങ്കൾ നോക്കിക്കാണുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിന് വന്നിരിക്കുന്ന ഒരു വലിയ കേഴ്സ് എന്ന് പറയുന്നത് കറപ്ഷനാണ്. സ്ഥാനങ്ങൾ മാറിക്കൊടുക്കാത്ത സ്ഥിതിയുമാണ്. അതൊന്ന് മാറിക്കിട്ടിയാൽ നല്ലതായിരിക്കും. നമ്മൾ ആഗോളതലത്തിൽ ചിന്തിച്ചാൽ അമേരിക്കൻ എക്കോണമി ഡൗൺ ചെയ്ത ഒരു സന്ദർഭത്തിൽ ഇന്ത്യൻ എക്കോണമി അവിടെ അവർ സ്റ്റേബിളായിട്ട് നിന്നു. എന്താണ് ഇതിനുള്ളിൽ കാണുന്ന ഒരു പ്രതിഭാസം? നമ്മുടെ രാജ്യത്തിന് വന്ന ആ സമയത്ത് വന്ന ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാം സ്പെക്കുലേറ്റീവ് രീതിയിൽ എടുക്കാതെ ആവശ്യമായ കൺട്രോളുകൾ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് അതിനായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റി. ഇവിടെ വന്ന കുഴപ്പമെന്ന് പറയുന്നത് എല്ലാം മാർക്കറ്റിന് വിട്ടുകൊടുത്തു. സ്പെക്കുലേറ്റീവ് ഗ്രീഡിനെസ് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ അപാകത വന്നുകൂടി. അത് ഈ രാജ്യം ഇപ്പോൾ അത് റിയലൈസ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കയെ കണ്ടുപഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അമേരിക്ക കുറേ കാര്യങ്ങൾ ഇന്ത്യയും കണ്ടുപഠിക്കാനുണ്ട്. ഒരു ഫോറിൻ എക്സ്പോഷേഴ്സ് ഉള്ള നേതാക്കന്മാർ വളരെയധികമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ തന്നെ നമ്മുടെ എം പിമാരിൽ ഒരാൾ ട്വിൻ സിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ നമുക്ക് ജനങ്ങൾ വളരെ അത്ഭുതത്തോടെ കണ്ടു നിന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ കേട്ടു നിന്ന കാര്യമാണ് ട്വിൻ സിറ്റി. എന്താണ് ഈ ട്വിൻ സിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികതകൾ എന്താണ്? ഒന്ന് വിശദമായി പറയാമോ? ട്വിൻ സിറ്റിയുടെ കോൺസെപ്റ്റ് നല്ലതാണ്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അന്യോന്യം പഠിക്കുകയും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറും
അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും എങ്ങനെ നടക്കുന്നു എന്നുള്ളത് അന്യോന്യം മനസ്സിലാക്കുകയും അപാകതകൾ പരിഹരിക്കാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ ഒരു രാഷ്ട്രീയ സിസ്റ്റവും അമേരിക്കൻ രാഷ്ട്രീയവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഒരു നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ രാജ്യത്തെ പ്രൈമറി ഉണ്ട്, നമ്മുടെ രാജ്യത്ത് അതില്ല. അത് നമ്മുടെ രാജ്യത്തെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എത്രമാത്രം കണ്ടറിയണം. പക്ഷേ അതുകൊണ്ടുള്ള ഒരു വലിയ ഗുണം ഞാൻ പേഴ്സണലായിട്ട് കാണുന്നത്, ആവശ്യമില്ലാത്ത ലീഡേഴ്സിനെ പ്രൈമറി മൂലം എടുത്തു കളയാൻ പറ്റും. എന്താണ് ഈ പ്രൈമറി എന്നുള്ളതൊന്ന് വിശദീകരിക്കാം? പ്രൈമറി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കാൻഡിഡേറ്റ്സിനെ നിശ്ചയിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പാർട്ടി നിശ്ചയിക്കുന്നതിന് പകരം ഇവിടെ ജനങ്ങൾ നിശ്ചയിക്കും. അതിനുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, ആവശ്യമില്ലാത്ത നേതാക്കന്മാരെ എടുത്തു കളയാനും നല്ല ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനുമുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതൊരു നല്ല ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു മലയാളികളുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രോട്ടേം മേയർ എന്ന നിലയിൽ ഈ ഹൂസ്റ്റണിലെ മലയാളികളോട് താങ്കൾ എത്രത്തോളം കടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ എത്രത്തോളം പ്രിയപ്പെട്ടവരാണ്? ഹൃദയത്തിൻ്റെ അടിത്തറയിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇന്ത്യക്കാർ. എനിക്ക് പ്രത്യേകിച്ച് മലയാളികൾ. എൻ്റെ ഈ വരവിന് ഒരു മുഖ്യ കാരണവും അവർ തന്നെയാണ്. 90% ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് എനിക്ക് വന്ന് വോട്ട് ചെയ്തു. അത് ചെറിയൊരു കാര്യമല്ല. അതെന്നും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മനുഷ്യനാണ്. വരും തലമുറയോട്, അല്ലെങ്കിൽ ഇനി അമേരിക്കയിലേക്ക് വരുന്ന തലമുറയോട്, അമേരിക്കയിലേക്ക് വരുന്ന കേരള അല്ലെങ്കിൽ മലയാളി തലമുറയോട് താങ്കളുടെ സന്ദേശം എന്താ? ഈ രാജ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജാതിയോ മതമോ അതൊരു നമുക്കൊരു ഡ്രോബാക്സ് അല്ല. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ കഴിഞ്ഞ 3 എലക്ഷൻസും ഞാനാണ് ഇവിടുത്തുകാരെ കാട്ടി കൂടുതൽ വോട്ട് മേടിച്ചത്. ഒരു ഇന്ത്യക്കാരനായ എനിക്ക് ഇവിടുത്തുകാരെ കാട്ടിൽ കൂടുതൽ വോട്ട് കിട്ടുക എന്ന് പറയുന്നത്, ഈ ജനങ്ങൾ ഏതോ നല്ലത് എന്നിൽ കണ്ടതുകൊണ്ടാണ്. അതിനകത്ത് ഇന്ത്യക്കാരൻ വന്നിട്ടില്ല, ജാതി വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് ഈ രാജ്യത്ത് നമുക്ക് എവിടെ ചെന്ന് ചേരാൻ പറ്റുമോ, എത്ര ചേരാൻ പറ്റുമോ, ഹാർഡ് വർക്ക് ചെയ്ത് സിൻസിയറായിട്ട് നമ്മുടെ കാര്യം, നമ്മൾക്ക് തന്നിരിക്കുന്ന ജോലി നമ്മൾ ആ രീതിയിൽ ചെയ്താൽ സ്കൈ ആയിരിക്കും ലിമിറ്റ്. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ മലയാളികൾക്ക് എന്നതിലുപരി ഇന്ത്യക്കാർക്ക് തന്നെ അഭിമാനമായി മാറിയ മിസ്റ്റർ കെൻ മാത്യു, താങ്കൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതിനും ഈ സാഹചര്യം ഒരുക്കി തന്നതിനും. താങ്ക് യു രഞ്ജിത്ത്. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന അമേരിക്കൻ ജാലകത്തിനും അതിൻ്റെ പ്രവർത്തകർക്കും ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റിൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. നന്ദി.